ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഇപ്രകാരം ദൈവവചനത്തിന് മുമ്പാകെ ദൈവവചന പഠനത്തിനായിട്ട് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം ബൈബിൾ സർവേയില് നാം ദാനിയേലിന്റെ പുസ്തകം വരെയാണ്, ദാനിയേൽ പ്രവചനം വരെയാണ് നാം ചിന്തിച്ചത്. കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് നാം ദാനിയേൽ പ്രവചനത്തിൽ നിന്നാണ് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇന്ന് അതിനുശേഷം നമുക്ക് അടുത്ത പുസ്തകമായിട്ടുള്ള ഹോശയുടെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. ഹോശയുടെ പുസ്തകം നമുക്ക് നാം ചിന്തിച്ചതുപോലെ യെശയ്യാവ് മുതൽ ദാനിയേൽ വരെയുള്ള 5 പുസ്തകങ്ങൾ, അത് 5 വലിയ പ്രവാചകന്മാരും, ഹോശയ മുതൽ മലാക്കി വരെയുള്ള 12 പുസ്തകങ്ങൾ അത് ചെറിയ പ്രവാചകന്മാരും എന്നുള്ള നിലയിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വലിയ പ്രവാചകന്മാർ പുസ്തകങ്ങളിൽ നിന്ന് അല്പമായിട്ട് ചിന്തിക്കുവാൻ നമുക്ക് ഇടയായിട്ട്, അതായത് യെശയ്യാവ്, യെരമ്യാവ്, വിലാപങ്ങൾ, യെഹെസ്കേൽ, ദാനിയേൽ, ഇത് രണ്ടും വലിയ പ്രവാചകന്മാരും, പിന്നീട് ഹോശയ മുതൽ മലാക്കി വരെയുള്ള 12 പുസ്തകങ്ങൾ ചെറിയ പ്രവാചകന്മാരും, മൈനർ പ്രോഫറ്റ്സും മേജർ പ്രോഫറ്റ്സും, അങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് എബ്രായ ബൈബിളില് ഈ ഹോശയ മുതൽ മലാക്കി വരെയുള്ള 12 പുസ്തകങ്ങൾ അത് ഒറ്റ പുസ്തകമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെ പ്രവചന പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രവചന പുസ്തകങ്ങൾ നാം പഠിക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ട് നാം ചിന്തിക്കുകയുണ്ടായി. പല നിലയില് ഈ പ്രവചന പുസ്തകത്തെ നമുക്ക് തിരിക്കാവുന്നതാണ്. ഒന്ന്, നാം ഇപ്പം പറഞ്ഞതുപോലെ വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരെന്നും തിരിച്ചു ചിന്തിക്കാം. പിന്നീട് വേറൊരു വിഭജനമാണ് പ്രവാസത്തിന് മുമ്പുള്ള പ്രവാചകന്മാർ, പ്രവാസ കാലത്തെ പ്രവാചകന്മാർ, പ്രവാസത്തിന് ശേഷമുള്ള പ്രവാചകന്മാർ. യഹൂദജനം ബാബേലിലേക്ക് പ്രവാസികളായിട്ട് പോയതിനെ അടിസ്ഥാനപ്പെടുത്തി 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നാം കാണുകയുണ്ടായി, വലിയ പ്രവാചകന്മാരില് യെശയ്യാവും യിരെമ്യാവും പ്രവാസത്തിന് മുമ്പുള്ള പ്രവാചകന്മാരാണ്. യെഹെസ്കേലും ദാനിയേലും പ്രവാസത്തിന്റെ സമയത്തെ പ്രവാചകന്മാരായിട്ട് യെഹെസ്കേലിനെ ദാനിയേലിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബാക്കി എല്ലാവരും പിന്നീട് നാം ചെറിയ പ്രവാചകന്മാരിലേക്ക് വരുമ്പോൾ ഹഗ്ഗായും, സക്കരിയയും, മലാക്കിയും അവസാനത്തെ 3 പ്രവാചക പുസ്തകങ്ങളാണ് പ്രവാസത്തിന് ശേഷമുള്ള പ്രവചനങ്ങൾ. അപ്പോൾ പ്രവാസത്തിന് ശേഷമുള്ള പ്രവചനങ്ങൾ ഹഗ്ഗായി, സക്കരിയാവ്, മലാക്കി. പ്രവാസ കാലത്തെ പ്രവാചകന്മാരാണ് യെഹെസ്കേലും ദാനിയേലും. ബാക്കി എല്ലാ പുസ്തകങ്ങളും പ്രവാസത്തിന് മുമ്പുള്ള പ്രവാചകന്മാരാണ്. വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ യെശയ്യാവും, യെരമ്യാവും, അതുപോലെ ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തില് ഹോശയ മുതൽ ഉള്ള 9 പുസ്തകങ്ങൾ അത് പ്രവാസത്തിന് മുമ്പുള്ള പ്രവാചകന്മാരായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഹോശയ പ്രവാചകൻ അല്ലെങ്കിൽ ഹോശയയുടെ പുസ്തകം എന്ന് പറയുന്നത് പ്രവാസത്തിന് മുമ്പുള്ള പ്രവചന പുസ്തകമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനിയും ഈ പ്രവാചകനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഹോശയ പ്രവാചകനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഹോശയ എന്നുള്ള വാക്കിന്റെ അർത്ഥം രക്ഷ അല്ലെങ്കിൽ വിടുതൽ എന്നാണ്. രക്ഷ അല്ലെങ്കിൽ വിടുതൽ. നമുക്കറിയാം, യോശുവയുടെയും പേര് ഹോശയ എന്നായിരുന്നു. അത് പിന്നീട് മോശയാണ് ഹോശയ്യക്ക് യോശുവ എന്നുള്ള പേര് നൽകിയത്. അതും രക്ഷ എന്നുള്ള അർത്ഥമാണ് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഈ ഹോശയ്യയുടെ പിതാവിന്റെ പേരിവിടെ പറഞ്ഞിട്ടുണ്ട്. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാഷിന്റെ മകനായ യെരോബിയാമിന്റെ കാലത്തും ബേരിയുടെ മകനായ ഹോശയ്യയ്ക്കുണ്ടായ യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ തന്റെ പിതാവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബേരിയുടെ മകനായ ഹോശയ്യ. അപ്പോൾ പിതാവ് ബേരി ആണ് നമുക്ക് മനസ്സിലാക്കാം. അത് മാത്രമല്ല, ഹോശയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം, ഹോശയ്യ ആമോസ് പ്രവാചകന്റെയും അതുപോലെ യെശയ്യാ പ്രവാചകന്റെയും സമകാലികനായിരുന്നു. അവര് ഒരേ സമയത്ത് ജീവിച്ചിരുന്നവരും ഒരേ സമയത്ത് പ്രവചന ശുശ്രൂഷ നിർവഹിച്ചവരുമാണ്. അപ്പോൾ ഹോശയ്യ, ആമോസ്, യെശയ്യാവ്, അതുപോലെ മറ്റു ചില പ്രവാചകന്മാരും ആ സമയത്ത് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഹോശയുടെ കാലഘട്ടം വളരെ വ്യക്തമായിട്ട് 1-ാം അധ്യായം 1-ാം വാക്യത്തില് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏത് കാലഘട്ടത്തിലാണ് ഹോശയുടെ പ്രവചന ശുശ്രൂഷ അല്ലെങ്കിൽ പ്രവചന കാലം ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത്. അപ്പോൾ യഹൂദ രാജാക്കന്മാരായിട്ടുള്ള ഉസിയാവ്, യോഥാം,
ആഹാസ്, ഹിസ്കിയാവ് ഇവരുടെ കാലത്താണ് പ്രധാനമായിട്ടും ഹോശയ്യ പ്രവചന ശുശ്രൂഷ നിർവഹിച്ചത്. ഇതില് ആദ്യത്തെ ഉസിയാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഉസിയാവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് BC 767 മുതൽ BC 739 വരെയുള്ള BC 767 മുതൽ BC 739 വരെയുള്ള കാലഘട്ടമാണ് ഉസിയാവിന്റെ സമയം എന്ന് പറഞ്ഞാൽ. അതുപോലെ ഹിസ്കിയാവ് അതിന്റെ അവസാനത്തെ ഉള്ള ഹിസ്കിയാവിന്റെ സമയം എന്ന് പറഞ്ഞാൽ BC 715 മുതൽ BC 686 വരെയുള്ള സമയമാണ് ഹിസ്കിയാവിന്റെ സമയം. അപ്പോൾ ഈ രാജാക്കന്മാരുടെ സമയത്താണ്, യഹൂദ രാജാക്കന്മാരായിട്ടുള്ള ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ രാജാക്കന്മാരുടെ കാലത്താണ് ഹോശയ്യ പ്രവചന ശുശ്രൂഷ നിർവഹിച്ചത്. പിന്നീട് അതുപോലെ അവിടെ പറയുന്നുണ്ട്, ഇസ്രായേൽ രാജാവായ യോവാഷിന്റെ മകനായ യെരോബിയാമിന്റെ കാലത്തും. അപ്പോൾ ഇസ്രായേൽ രാജാവായിട്ടുള്ള യെരോബിയാമിന്റെ കാലത്ത് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യെരോബിയാം എന്ന് പറയുന്നത് ശലോമോന് ശേഷം ഇസ്രായേൽ രാജ്യം രണ്ടായി, ഇസ്രായേലും യഹൂദയെന്ന് രണ്ടായി. അപ്പോൾ ഇസ്രായേലിന്റെ അവിടുത്തെ ആദ്യത്തെ രാജാവ് യെരോബിയാമായിരുന്നു. ആ യെരോബിയാമിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. യെരോബിയാം രണ്ടാമൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യോവാഷിന്റെ മകനായിട്ടുള്ള യെരോബിയാമിന്റെ കാലത്ത്. അപ്പോൾ ഈ യെരോബിയാമിന്റെ സമയം എന്ന് പറഞ്ഞാല് BC 781 മുതൽ BC 753 വരെയുള്ള സമയമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് ഹോശയ്യ പ്രവചന ശുശ്രൂഷ നിർവഹിച്ചത്. എന്നാൽ യെരോബിയാമിന്റെ കാര്യം മാത്രമേ ഇസ്രായേൽ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഇവിടെ പറയുന്നുള്ളൂ. പക്ഷേ യെരോബിയാമിന്റെ മരണത്തിന് ശേഷവും തന്റെ ശുശ്രൂഷാകാലം നിന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം യഹൂദ രാജാക്കന്മാരുടെ ആ ഒരു കാലഘട്ടം പറയുന്ന വെച്ച് നോക്കിയാല് യെരോബിയാമിന് ശേഷവും തന്റെ ആ പ്രവചന കാലം നിന്നു. ഇസ്രായേലിന്റെ അവസാന രാജാവായിട്ടുള്ള ഹോശയ്യ, ഇസ്രായേൽ രാജാക്കന്മാരെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേല് അശൂരിലേക്ക് പ്രവാസികളായിട്ട് പോയി. അപ്പോൾ ഇസ്രായേലിന്റെ അവസാനത്തെ രാജാവായിരുന്നു ഹോശയ്യ. ആ രാജാവിന്റെ പേര് ഹോശയ്യായിരുന്നു. അപ്പോൾ ഇസ്രായേലിന്റെ അവസാനത്തെ രാജാവായ ഹോശയ്യയുടെ കാലം വരെയും, അതായത് ഇസ്രായേൽ രാജ്യം അശൂരിലേക്ക് പ്രവാസികളായിട്ട് പോകേണ്ടി വന്ന കാലഘട്ടം വരെയും ഹോശയ്യ പ്രവചിച്ചു. നമ്മള് രാജാക്കന്മാരുടെ പുസ്തകവും ദിനവൃത്താന്തങ്ങളുടെ പുസ്തകങ്ങളും ഒക്കെ പഠിച്ചപ്പോൾ നാം ചിന്തിക്കുകയുണ്ടായി, ഈ വടക്കേ രാജ്യമായിട്ടുള്ള ഇസ്രായേല് അശൂരിലേക്ക് പ്രവാസികളായിട്ട് പോയി. തെക്കേ രാജ്യമായിട്ടുള്ള യഹൂദ ബാബേലിലേക്ക് പ്രവാസികളായിട്ട് പോയി. അപ്പോൾ യഹൂദ രാജ്യം, അതായത് തെക്കേ രാജ്യമായിട്ടുള്ള യഹൂദ ബാബിലോണിലേക്ക് പ്രവാസികളായിട്ട് പോയതിന്റെ 136 വർഷം മുമ്പേ ഇസ്രായേല് അശൂരിലേക്ക് പ്രവാസികളായിട്ട് പോയി. അപ്പോൾ യഹൂദയിൽ അല്പം നന്മ കാണാനുണ്ടായിരുന്നു, എന്നാൽ ഇസ്രായേൽ ഒട്ടും നന്മയില്ലായിരുന്നു. അതുകൊണ്ട് അവർ എത്ര പെട്ടെന്ന് അവര് പ്രവാസത്തിലേക്ക് അശൂരിലേക്ക് പോകേണ്ടതായിട്ട് വന്നു, അശൂരിന്റെ അടിമത്തത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. എന്നാൽ യഹൂദയിലെ രാജാക്കന്മാരിലും അതുപോലെ യഹൂദയിലും കുറച്ചൊക്കെ നന്മ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം കുറച്ചുകൂടെ യഹൂദയോട് കരുണ കാണിച്ചു. പിന്നീട് ഒരു 136 വർഷം കൂടെ യഹൂദയോട് കരുണ കാണിച്ചു. 136 വർഷത്തിന് ശേഷമാണ് യഹൂദ ബാബിലോണിലേക്ക് പ്രവാസികളായിട്ട് പോയത്. അപ്പോൾ ഈ ഹോശയ്യ പ്രവാചകൻ ഈ ഇസ്രായേൽ രാജ്യം അശൂരിലേക്ക് പ്രവാസികളായിട്ട് പോകേണ്ടി വന്ന കാലഘട്ടം വരെയും താൻ പ്രവചിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഹോശയ്യ പ്രവാചകൻ അശൂരിലേക്ക് പോയോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തമല്ല. അതുപോലെ ഹോശയ്യ ഇസ്രായേലിലുള്ള ഒരു പ്രവാചകനായിരുന്നു, യഹൂദയിലല്ല, ഇസ്രായേൽ രാജ്യത്തിലെ ഉള്ള ഒരു പ്രവാചകനായിട്ട് ഇവിടെ നമുക്ക് ഹോശയ്യെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ യെരമ്യാവിന് സമാനമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് ഹോശയ്യ ചെയ്തത്. യെരമ്യ പ്രവചനം നമ്മൾ പഠിച്ചപ്പോൾ നാം പഠിക്കുകയാണ്, യഹൂദ ജനം ബാബിലോണിലേക്ക് പ്രവാസികളായിട്ട് പോകുന്നതിന്റെ തൊട്ടു മുമ്പ് ദൈവം യെരമ്യ പ്രവാചകനെ അയക്കുകയും യെരമ്യാവ് യഹൂദയുടെ ന്യായവിധിയും പ്രവാസവും മുന്നറിയിച്ചു. അതായത് ആസന്ന ഭാവിയിൽ അവര് പ്രവാസികളായിട്ട് പോകും എന്നുള്ള ദൂതാണ് യെരമ്യാവ് നൽകിയത്. അതുപോലെ തന്നെ ഹോശയ്യ പ്രവാചകൻ ഇസ്രായേലിന്റെ, യെരമ്യാവ് യഹൂദയുടെ പ്രവാസവും ന്യായവിധിയുമാണ് പ്രവചിച്ചതെങ്കില് ഹോശയ്യ പ്രവാചകൻ ഇസ്രായേലിന്റെ ന്യായവിധിയും പ്രവാസവും, അതായത് അശൂരിലേക്ക് അവർ പോകേണ്ടി വരുന്ന ആ പ്രവാസത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുവാനായിട്ടാണ് ദൈവം
ഹോശയെ വിളിച്ചത് ഹോശയുടെ ശുശ്രൂഷ അതായിരുന്നു. അപ്പോൾ ഇസ്രായേൽ രാജ്യത്തിന്, വടക്കേ രാജ്യമായിട്ടുള്ള ഇസ്രായേൽ രാജ്യത്തിന് അവർക്ക് വരാൻ പോകുന്ന ദൈവത്തിന്റെ ന്യായവിധിയും ആ സന്ദേശം അവർക്ക് നൽകുക. അതിനാണ് ദൈവം ഹോശയെ വിളിച്ചത്, ഹോശയെ വേലയ്ക്ക് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ അവസാന സമയത്ത് പോലും ദൈവം ഒരു അവസരം നൽകുന്നുണ്ട്. അത് ഇസ്രായേലിനാണെങ്കിലും യഹൂദയ്ക്കാണെങ്കിലും ദൈവം അവസരം നൽകി. ആ ഒരു അവസാന മൂമെന്റിൽ അവര് മനം തിരിഞ്ഞ് ദൈവത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ദൈവം അവരെ വിടുവിക്കുമായിരുന്നു. എന്നാൽ ദുഃഖകരമായിട്ടുള്ള സത്യം, ആ സമയത്ത് പോലും അവർക്ക് മാനസാന്തരപ്പെട്ട് അവര് മടങ്ങി വന്നില്ല. അതുകൊണ്ട് ആ അശൂരിലേക്ക്, ദുഷ്ടന്മാരായിട്ടുള്ള ഉഗ്രന്മാരായിട്ടുള്ള അശൂര്യരുടെ കയ്യിലേക്ക് അവര് പോകേണ്ടതായിട്ട് വന്നു, അടിമകളായിട്ട് പോകേണ്ടതായിട്ട് വന്നു. അതുപോലെ ഹോശയെ നമ്മൾ കാണുന്നത് ദൈവസ്നേഹത്തിന്റെ പ്രവാചകനായിട്ടാണ് ഹോശയെ നമ്മൾ ഈ പുസ്തകത്തിൽ മുഴുവനായിട്ടും നാം കാണുന്നത്. ദൈവസ്നേഹത്തിന്റെ ഒരു പ്രവാചകൻ ദൈവത്തിൽ നിന്നകന്ന മത്സരികളായിട്ടുള്ള ഇസ്രായേലിനോടുള്ള ദൈവസ്നേഹം വെളിപ്പെടുത്തിയാണ് ഈ പ്രവചനത്തിന്റെ ഉദ്ദേശം. അവര് ദൈവത്തിൽ നിന്നകന്ന് അവര് മത്സരികളായിട്ട് അവര് വിഗ്രഹാരാധനയിലും അതുപോലെ മറ്റ് തെറ്റായിട്ടുള്ള രീതിയിലും അവർ പോയി. അപ്പോൾ ആ ഒരു സമയത്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോഴും ദൈവം അവരെ സ്നേഹിക്കുന്നു, അവർ മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ദൈവത്തിന്റെ ആ വലിയ സ്നേഹം, ഇസ്രായേലിനോടുള്ള ആ വലിയ സ്നേഹം വെളിപ്പെടുത്തുക, അത് ഈ പ്രവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തെ വിട്ട് അന്യദൈവങ്ങളെ സേവിക്കുകയും സകലവിധമായിട്ടുള്ള ദോഷങ്ങളും ഇസ്രായേല് പ്രവർത്തിക്കുകയും ചെയ്തെങ്കിലും അപ്പോഴും അവരെ സ്നേഹിക്കുന്ന, ആ സമയത്തും അവരെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ഈ പ്രവചനത്തില് വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. അത് മാത്രമല്ല, ഈ പ്രവചനത്തില് ഇസ്രായേലിനെ ഉപമിച്ചിരിക്കുന്നത് പരസംഗം ചെയ്ത ഒരു ഭാര്യയായിട്ടാണ്. പരസംഗം ചെയ്ത ഭാര്യയായിട്ടാണ് ഇസ്രായേലിനെ ഈ പ്രവചനത്തില് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നാൽ നാം ഈ പുസ്തകം വായിക്കുമ്പോൾ അവസാനം അവളെ ശുദ്ധീകരിച്ച് യഥാസ്ഥാനപ്പെടുത്തുന്ന കാര്യവും ഈ പുസ്തകത്തില് വിവരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവം എന്നേക്കും അവരെ തള്ളിക്കളയില്ല, അവർക്കൊരു യഥാസ്ഥാപനം നൽകും. അപ്പോൾ അവളെ പരസംഗം ചെയ്ത് ഭർത്താവായിട്ടുള്ള ദൈവത്തിൽ നിന്ന് അവൾ അകന്നു പോയെങ്കിലും അവളെ പിന്നീട് ശുദ്ധീകരിച്ച് യഥാസ്ഥാനപ്പെടുത്തി മടക്കി കൊണ്ടുവരുന്ന കാര്യവും ഈ പ്രവചനത്തില് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദേശം വെളിപ്പെടുത്തുവാൻ വേണ്ടി ഹോശയോട് ദൈവം പറഞ്ഞു, നീ പരസംഗം ചെയ്യുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണം. 1-ാം അധ്യായം 2-ാം വാക്യത്തില് നാം വായിക്കുന്ന 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ യഹോവ ഹോശയെ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശയോട് നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്ക, ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നല്ലോ എന്ന് കൽപ്പിച്ചു. അപ്പോൾ പരസംഗം ചെയ്യുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനായിട്ട് ദൈവം ഹോശയോട് കൽപ്പിച്ചു. പ്രവാചകൻ അത് അതുപോലെ തന്നെ അനുസരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പഴയ നിയമ പ്രവാചകന്മാര്, നാം ഹെസ്കേലിന്റെ പുസ്തകം പഠിച്ചപ്പോഴും യെരമ്യാവിനെ കുറിച്ച് പഠിച്ചപ്പോഴും ഒക്കെ നാം ചിന്തിച്ചതാണ്, അവരുടെ ജീവിതത്തിലൂടെ അവര് പ്രവർത്തിക്കുകയായിരുന്നു. അവരുടെ ജീവിതം തന്നെ ഒരു ചിഹ്നമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ ഒരു അടയാളമായിരുന്നു. അപ്പോൾ ആ ജീവിതത്തിലൂടെയാണ് ദൈവം അവരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് അവരുടെ ജീവിതത്തിലൂടെയാണ് അവര് ചിത്രീകരിക്കുന്നത്. അപ്പോൾ അവര് ജീവിക്കുന്ന സാക്ഷികളാണ്, ജീവിക്കുന്ന ആ ഒരു പ്രവാചകന്മാരായിട്ട് നമുക്ക് അവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം പറഞ്ഞ് പരസംഗം ചെയ്യുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനായിട്ട്, അപ്പോൾ അത് പ്രവാചകൻ അനുസരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ആ വിവാഹ ബന്ധത്തിൽ അവർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ഹോശയുടെ ദൂതിനെ പ്രതിനിധീകരിക്കുന്ന പേരുകളാണ് നൽകിയത്. 3 കുട്ടികളാണ് ആ വിവാഹ ബന്ധത്തിൽ അവർക്ക് ലഭിച്ചത്. അവർക്ക് ഇന്ന പേര് നൽകണമെന്ന് ദൈവം പറഞ്ഞു. അത് ആ ഒരു സന്ദേശത്തിന് അനുരൂപമായിട്ടുള്ള, അല്ലെങ്കിൽ ആ സന്ദേശത്തിന് ആ ദൂതിനെ പ്രതിനിധീകരിക്കുന്ന പേരുകളാണ് ആ മക്കൾക്ക് നൽകിയത്. ആദ്യത്തെ പുത്രന് യസ്രീൽ എന്നുള്ള പേര് നൽകി. 1-ാം അധ്യായം 4-ാം വാക്യം, യഹോവ അവനെ ഇസ്രായേൽ അല്ലെങ്കിൽ യസ്രീൽ, അതായത് ദൈവം വിതയ്ക്കും എന്ന് പേര് വിളിക്കുക. ഇനി കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇസ്രായേലിന്റെ രക്തപാതങ്ങളെ യഹൂദാ ഗൃഹത്തോടെ സന്ദർശിച്ച് യഹൂദാ ഗൃഹത്തിന്റെ രാജ്യത്വം
ഇല്ലാതെയാക്കും. അപ്പോൾ ആദ്യത്തെ പുത്രന് യസ്രീൽ എന്ന് പേര് വിളിക്കാനായിട്ട് പറഞ്ഞു. അതിന്റെ അർത്ഥം യഹോവ വിതയ്ക്കും. പിന്നീട് ഒരു മകളാണ് അവർക്കുണ്ടായത്. ആ ബന്ധത്തില് രണ്ടാമതുണ്ടായത് ഒരു മകളാണ്. അപ്പോൾ ആ മകൾക്ക് ലോരൂഹമ എന്നുള്ള പേര് ഇടാനായിട്ട് പറഞ്ഞു. 1-ാം 6-ാം വാക്യം. അതിന്റെ അർത്ഥം കരുണ ലഭിക്കാത്തവർ. കരുണ ലഭിക്കാത്തവർ. അപ്പോൾ സ്വന്തം മകൾക്കാണ് പേരിടുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ലോരൂഹമ എന്നുള്ള വാക്ക് കരുണ ലഭിക്കാത്തവർ എന്നുള്ള പേര് തന്റെ മകൾക്കിടാനായിട്ട് ഹോശയുടെ ദൈവം പറഞ്ഞു. അത് യാതൊരു ചോദ്യവും ഇല്ലാതെ പ്രവാചകൻ അതനുസരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. 6-ാം വാക്യത്തില് അവൾ പിന്നെയും ഗർഭം ധരിച്ച ഒരു മകളെ പ്രസവിച്ചു. യഹോവ അവനോട് അവൾക്ക് ലോരൂഹമ, അതായത് കരുണ ലഭിക്കാത്തവൾ എന്ന് പേർ വിളിക്കുക. ഞാൻ ഇനി ഇസ്രായേൽ ഗൃഹത്തോട് ക്ഷമിപ്പാൻ തക്കോണം അവരോട് ഒട്ടും കരുണ കാണിക്കയില്ല. അപ്പോൾ ഇസ്രായേൽ ജനത്തോട് ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ഒട്ടും കരുണ കാണിക്കത്തില്ല. അതുകൊണ്ട് നിന്റെ മകൾക്ക് ലോരൂഹമ എന്ന് പേർ വിളിക്കണം. അത് അങ്ങനെ തന്നെ താൻ അനുസരിച്ചു. ദൈവം ഇസ്രായേലിനോട് കരുണ കാണിക്കാതെ അവരെ തള്ളിക്കളയും എന്നുള്ള അർത്ഥം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ മൂന്നാമതൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ലോ അമ്മി എന്ന് പേർ വിളിക്കണം. ലോ അമ്മി എന്ന് പറഞ്ഞാൽ എന്റെ ജനമല്ല. 1-ാം അധ്യായം 9-ാം വാക്യം. ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ യഹോവ അവന് ലോ അമ്മി, എന്റെ ജനമല്ല എന്ന് പേർ വിളിക്കുക. നിങ്ങൾ എന്റെ ജനമല്ല, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേമില്ല എന്ന് അരുളി ചെയ്തു. അപ്പോൾ ആ നിലയില് ഈ മക്കൾക്ക് പരസംഗം ചെയ്യുന്ന സ്ത്രീയെ വിവാഹം കഴിക്കണം. അത് ഇസ്രായേലിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. കാരണം ദൈവത്തിൽ നിന്ന് അകന്ന് പരസംഗം ചെയ്യുന്ന ഇസ്രായേലിനെയാണ് അത് ചിത്രീകരിക്കുന്നത്. അത് മാത്രമല്ല, ആ ബന്ധത്തിലുണ്ടായ മക്കൾക്ക് ഈ നിലയിലുള്ള പേരുകൾ നൽകാൻ പറഞ്ഞു. അപ്പോൾ അതും ആ ദൂതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പേരുകളാണ് നൽകാനായിട്ട് പറഞ്ഞത്. അപ്പോൾ യഹോവയുടെ ജനമായിരിക്കാതെ വണ്ണം ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും തിരസ്കരിച്ച് പ്രവാസത്തിലേക്ക് അയക്കുന്ന കാര്യമാണ് നമുക്ക് അവിടെ കാണുന്നത്. എന്നാൽ അത് മാത്രമല്ല, ദൈവം അവരെ തള്ളിക്കളയുക, ദൈവം അവരെ തിരസ്കരിക്കുക മാത്രമല്ല, തള്ളപ്പെടുന്ന ഇസ്രായേലിനോട് ദൈവം കരുണ കാണിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്ത് അവരെ പ്രവാസത്തിൽ നിന്ന് അവരെ മടക്കി വരുത്തുമെന്ന് പ്രസ്താവിച്ചാണ് പ്രവാചകൻ തന്റെ ദൂത് അവസാനിപ്പിച്ചത്. അപ്പോൾ അവരെ തള്ളിക്കളയുക, അവരെ തിരസ്കരിക്കുക മാത്രമല്ല, അവരെ മടക്കി വരുത്തും എന്നുള്ള ആ ഒരു ആശ്വാസ വചനമാണ് ഈ ദൂതില് നമുക്ക് പിന്നീട് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ 2-ാം അധ്യായം 1-ാം വാക്യത്തില് നിങ്ങളുടെ സഹോദരന്മാർക്ക് അമ്മി എന്റെ ജനമെന്നും നിങ്ങളുടെ സഹോദരിമാർക്ക് രൂഹമ കരുണ ലഭിച്ചവളെന്നും പേർ വിളിപ്പീൻ. അപ്പോൾ അവര് കരുണ ലഭിക്കാത്തവളെന്ന് പേരിട്ടു. എന്നാൽ പിന്നീട് അവർക്ക് കരുണ ലഭിച്ചവളെന്നും അതുപോലെ എന്റെ ജനം എന്നും പേർ വിളിപ്പീൻ എന്ന് അവിടെ പറയുന്നുണ്ട്. അതുപോലെ അതിന്റെ അവസാനം 2:23 നമ്മൾ വായിക്കുന്നത്, ഞാൻ അതിനെ എനിക്കായി ദേശത്ത് വിതയ്ക്കും, കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും, എന്റെ ജനമല്ലാത്തതിനോട് നീ എന്റെ ജനം എന്ന് ഞാൻ പറയും, നീ എന്റെ ദൈവം എന്നും അവരും പറയും. അപ്പോൾ ആ നിലയിലുള്ള അവരെ മടക്കി വരുത്തുക അല്ലെങ്കിൽ അവരുടെ യഥാസ്ഥാപനവും ഈ പ്രവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം തന്നെ ജനത്തെ തള്ളിക്കളഞ്ഞാലും അവരുടെ പാപനിമിത്തം അവരെ തള്ളിക്കളയും, എന്നാൽ എന്നേക്കും തള്ളിക്കളയില്ല. അവരെ തിരിച്ചു കൊണ്ടുവരും, അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഇത്രമാത്രം അധപ്പതിച്ചെങ്കിലും ദൈവജനം ഇത്രമാത്രം അധപ്പതിച്ചെങ്കിലും ദൈവത്തെ വിട്ട് അകന്നു പോയെങ്കിലും അവരെ എപ്പോഴും സ്നേഹിക്കുന്ന അവരെ സ്നേഹിക്കുന്ന ഒരു സ്നേഹവാനായിട്ടുള്ള ദൈവത്തെയാണ് ഈ പ്രവചനത്തിൽ നാം കാണുന്നത്. നമ്മളുടെ ബന്ധത്തിലും നാം ചിന്തിക്കുമ്പോൾ, നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും, നാം ദൈവത്തെ തിരസ്കരിച്ച് നാം അകന്നു പോകുമ്പോഴും അപ്പോഴും നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന, നാം മാനസാന്തരപ്പെടാനായിട്ട് മടങ്ങി വരാനായിട്ട് കാത്തിരിക്കുന്ന ഒരു സ്നേഹവാനായിട്ടുള്ള ഒരു ദൈവത്തെ നമുക്കും കാണാനായിട്ട് സാധിക്കും. ഈ ഹോശേയ പ്രവചനത്തിന്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഹോശേയ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹോശേയ തന്നെയാണ് എഴുതി. അതിന്റെ 1-ാം വാക്യം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നത്, ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്തും ഇസ്രായേൽ രാജാവായി യോവാശിന്റെ മകനായ യെരോബിയാമിന്റെ കാലത്തും ബേരിയുടെ മകനായ ഹോശേയക്കുണ്ടായ യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഇത് ഹോശേയ തന്നെയാണ് എഴുതിയത് എന്ന് നമുക്ക് ആ നിലയിൽ ചിന്തിക്കുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനിയും ഇതിന്റെ ഘടന എന്ന് പറയുന്നത്, ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 14 അധ്യായങ്ങളാണ് ഈ പ്രവചനത്തിലുള്ളത്. ഈ പുസ്തകത്തിലുള്ളത് 14 അധ്യായങ്ങളും അതുപോലെ 197 വാക്യങ്ങളുമാണ് ഈ പ്രവചനത്തില് അല്ലെങ്കിൽ ഈ പുസ്തകത്തില്
നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഈ പുസ്തകത്തെ പ്രധാനമായിട്ട് മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. പ്രധാനമായിട്ട് മൂന്നായിട്ട് തിരിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങള് മതോന്മത്തരായ ജനം, 6 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളില് മടങ്ങി വരുന്ന ജനം, 14-ാം അധ്യായത്തില് മോദിക്കുന്ന ജനം. ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഈ പുസ്തകം മനസ്സിലാക്കാം. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളില് മതോന്മത്തരായ ജനം, ദൈവത്തെ വിട്ട് ദൈവത്തെ നകന്ന് പരസംഗം ചെയ്ത് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അധപ്പതിച്ച ജീവിതം നയിക്കുന്ന മതോന്മത്തരായിട്ട് ജീവിക്കുന്ന ജനത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ 6 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളില് അവര് മടങ്ങി വരുന്നത്, ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന ജനത്തെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് 14-ാം അധ്യായത്തില് അവര് മടങ്ങി വരുന്നത് മാത്രമല്ല, അവര് ദൈവത്തിൽ മോദിക്കുന്ന, സന്തോഷിക്കുന്ന ഒരു ജനത്തെയും നമുക്ക് 14-ാം അധ്യായത്തില് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 14-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപ വാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെ ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ ആദരാർപ്പണമായ കാളകളെ അർപ്പിക്കും എന്ന് പറഞ്ഞ് അവര്, പിന്നെ 4-ാം വാക്യത്തിൽ, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എന്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കാൻ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ഞാൻ ഇസ്രായേലിന് മഞ്ഞ് പോലെ ഇരിക്കും. അവൻ താമര പോലെ പൂത്ത് ലബാനോൻ വനം പോലെ വേരൂന്നും. അപ്പോൾ അവരെ മടങ്ങി വരുന്ന ജനത്തെ ഔദാര്യമായി സ്നേഹിക്കുന്ന, അവര് വളരെ സമൃദ്ധിയുടെ അനുഭവത്തില് ഇരിക്കുന്ന, മോദിക്കുന്ന ഒരു ജനത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു മടങ്ങി വരവ് നമുക്ക് ഈ പുസ്തകത്തിന് നമുക്ക് കാണാം. അതുപോലെ ഈ പുസ്തകത്തിന്റെ പ്രത്യേകതകളിലേക്ക് വരികയാണെങ്കിൽ, ഈ പുസ്തകത്തിന്റെ പ്രത്യേകതകളില് ഈ ചെറിയ പ്രവാചകന്മാരില് ഒന്നാമനാണ് ഹോശയ്യ. ഹോശയ്യ പ്രവചനമാണ് ഈ ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളില് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ചെറിയ പ്രവാചകന്മാരിൽ ഒന്നാമനാണ് ഹോശയ്യ. അതുപോലെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഈ പ്രവചന പുസ്തകങ്ങൾ, യെശയ്യാ മുതൽ മലാക്കി വരെയുള്ള പ്രവചന പുസ്തകങ്ങള് എഴുതിയിട്ടുള്ള പ്രവാചകന്മാരിൽ വടക്കേ രാജ്യമായിട്ടുള്ള ഇസ്രായേലിൽ നിന്ന് 2 പ്രവാചകന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രവാചകന്മാർ, ഈ യെശയ്യാ മുതൽ മലാക്കി വരെയുള്ള പ്രവാചകന്മാരില് 2 പേര് മാത്രമേ ഇസ്രായേലിൽ നിന്നുള്ള, ബാക്കിയെല്ലാം യഹൂദയിൽ നിന്നുള്ള പ്രവാചകന്മാരാണ്. അതിലൊരാളാണ് ഹോശയ്യ. വടക്കേ രാജ്യമായിട്ടുള്ള ഇസ്രായേലിൽ നിന്നുള്ള ഒരു പ്രവാചകനാണ് ഹോശയ്യ. മറ്റേ പ്രവാചകൻ എന്ന് പറഞ്ഞാല് യോന പ്രവാചകനാണ്. അപ്പോൾ ഇവർ രണ്ടുമാണ്, ഹോശയും യോനയുമാണ് ഇസ്രായേലിൽ നിന്നുള്ള പ്രവാചകന്മാര്. ബാക്കി എല്ലാവരും യഹൂദയിൽ നിന്നുള്ള പ്രവാചകന്മാരായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഈ പ്രവചനത്തിന്റെ പ്രത്യേകത നാം ചിന്തിച്ചതുപോലെ, യെരമ്യാവും അതുപോലെ യെഹെസ്കേലും ഒക്കെ ചെയ്തതുപോലെ ഹോശയ്യ തന്റെ പ്രവചന സന്ദേശത്തെ തന്നെ ജീവിതത്തിലൂടെ വരച്ചു കാട്ടി. നാം യെഹെസ്കേലിന്റെ പ്രവചനം പഠിച്ചപ്പോൾ നാം കണ്ടതാണ്. അപ്പോൾ ദൈവം യെഹെസ്കേലിനെ ഒരു അടയാളമാക്കി വെച്ചു. അപ്പോൾ ദൈവം യെഹെസ്കേലിനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചു. ഒരു ഭ്രാന്തനെ പോലെ താൻ ഓരോ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അതിലൂടെ ദൈവത്തിന്റെ സന്ദേശം ദൈവം ജനത്തോട് അരുളി ചെയ്യുകയാണ്. അപ്പോൾ തന്റെ ജീവിതത്തിലൂടെ തന്നെ അത് വരച്ചു കാട്ടുന്ന യെഹെസ്കേലിനെ നമ്മൾ അവിടെ കണ്ടായിരുന്നു. അതുപോലെ ദൈവം ഒറ്റയടിയാൽ തന്റെ ഭാര്യയെ കൊല്ലും. അപ്പോൾ കരയരുത്, കരയരുത്, കണ്ണീർ വാർക്കരുത്. അപ്പോൾ നിശബ്ദമായിട്ട് നെടുവീർപ്പിടുക മാത്രം ചെയ്യാം എന്ന് പറഞ്ഞ്, അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും യെഹെസ്കേലിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ തന്റെ ജീവിതത്തിലൂടെ പ്രവചന സന്ദേശത്തെ വരച്ചു കാട്ടി. അതുപോലെ യെഹെസ്കേലും യെരമ്യാവും മറ്റു പ്രവാചകന്മാരും അതുപോലെ ഹോശയ്യാവും തന്റെ അനുഭവങ്ങളെ കൊണ്ട് തന്റെ പ്രവചന സന്ദേശത്തെ അതുപോലെ വരച്ച് കാണിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ പരസംഗം ചെയ്യുന്ന ഭാര്യയെ വിവാഹം കഴിക്കാനായിട്ട് പറഞ്ഞു. പിന്നീട് അവർക്കുണ്ടായ മക്കൾക്ക് ആ സന്ദേശത്തിന് അനുസൃതമായിട്ടുള്ള പേരുകൾ ഇടാനായിട്ട് പറഞ്ഞു. അത് താൻ അതുപോലെ അനുസരിക്കുന്നത്, ദൈവം പറയുന്നത് എന്തോ അത് അതുപോലെ അനുസരിക്കുന്ന ഒരു പ്രവാചകനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 4-മത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, പഴയ നിയമത്തിലെ യോഹന്നാൻ അപ്പോസ്തലൻ എന്ന് ഹോശയ്യ അറിയപ്പെടും. പഴയ നിയമത്തിലെ യോഹന്നാൻ അപ്പോസ്തലൻ, നമുക്കറിയാം യോഹന്നാൻ സ്നേഹത്തിന്റെ അപ്പോസ്തലനാണ്. യോഹന്നാന്റെ എഴുത്തുകള്, യോഹന്നാന്റെ സുവിശേഷവും യോഹന്നാന്റെ
ലേഖനങ്ങളും അവിടെയൊക്കെ ദൈവസ്നേഹത്തെയാണ് വരച്ച് കാണിക്കുന്നത്, ദൈവസ്നേഹത്തെയാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ദൈവസ്നേഹത്തെയാണ് നമുക്ക് അവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത്. പഴയ നിയമത്തിൽ ഹോശയുടെ പ്രവചനത്തിലും നമുക്ക് ദൈവത്തിന്റെ അളവറ്റ സ്നേഹം, ദൈവം സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ആ ദൈവം ഇത്രമാത്രം തെറ്റിയത് ജനത്തെയും ദൈവം പിന്നെയും സ്നേഹിക്കുന്നു, ആ സ്നേഹമാണ് ഹോശയുടെ പ്രവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് പഴയ നിയമത്തിലെ യോഹന്നാൻ അപ്പോസ്തലൻ എന്ന് അറിയപ്പെടുന്ന പ്രവാചകനാണ് ഹോശയ്യ. പിന്നെ അഞ്ചാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് യഹോവയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെ പല ബന്ധങ്ങളില്, പല നിലകളില് താന് ഉപമിക്കുന്നുണ്ട്. യഹോവയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെ പല നിലയിൽ ഉപമിക്കുന്നുണ്ട്. ഒന്ന്, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധവുമായിട്ട് അത് ഉപമിക്കുന്നുണ്ട്. 1 മുതൽ 3 അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. ഭർത്താവും ഭാര്യയും തമ്മില്, യഹോവയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെ ഉപമിക്കുന്നുണ്ട്. അതുപോലെ പിതാവും പുത്രനും തമ്മിലും ഉപമിക്കുന്നുണ്ട്. യഹോവയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെ പിതാവും പുത്രനും എന്നുള്ള നിലയിൽ ഉപമിക്കുന്നുണ്ട്. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 11-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. അപ്പോൾ ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറയുന്നത്, അവൻ എൻ്റെ മകൻ, അവൻ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. അപ്പോൾ എൻ്റെ മകൻ, അപ്പോൾ പിതാവും പുത്രനും തമ്മിലുള്ള ആ സ്നേഹവുമായിട്ടും ഉപമിക്കുന്നുണ്ട്. അതുപോലെ വൈദ്യനും രോഗിയും തമ്മിലും ഉപമിച്ചിട്ടുണ്ട്. യഹോവയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വൈദ്യനും രോഗിയും എന്നുള്ള ബന്ധവുമായിട്ടും ഉപമിച്ചിട്ടുണ്ട്. 6-ാം അധ്യായം 1-ാം വാക്യം, 6-ാം അധ്യായം 1-ാം വാക്യം, വരുവീൻ നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും, അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. അപ്പോൾ അവൻ നമ്മെ സൗഖ്യമാക്കും, അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. അപ്പോൾ മുറിവ് കെട്ടുന്ന, സൗഖ്യമാക്കുന്ന വൈദ്യൻ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ വൈദ്യനും രോഗിയും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ കാണുന്നത്. അതുപോലെ 11-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം, ഞാൻ എഫ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു, ഞാൻ അവരെ എൻ്റെ ഭുജങ്ങളിൽ എടുത്തു, എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കി എന്ന് അവർ അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ അവരെ സൗഖ്യമാക്കി. ഇവിടെ എഫ്രൈം എന്ന് നമുക്ക് പിന്നെയും നമുക്ക് പല പ്രാവശ്യം എഫ്രൈം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് വടക്കേ രാജ്യമായിട്ടുള്ള ഇസ്രായേലിന്റെ പ്രബലമായിട്ടുള്ള ഗോത്രമാണ് എഫ്രൈം ഗോത്രം. അതുകൊണ്ടാണ് അത് എഫ്രൈം എന്ന് ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിനെ മൊത്തത്തിലാണ്, ഇസ്രായേൽ രാജ്യത്തെ മൊത്തത്തിലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ 14-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം, 14-ാം അധ്യായം 4-ാം വാക്യം, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും, എന്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കാൻ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും, ഞാൻ അവരെ ചികിത്സിച്ച് സൗഖ്യമാക്കും. അപ്പോൾ ഒരു വൈദ്യനും രോഗിയും തമ്മിലുള്ള ബന്ധം ആയിട്ട് ഉപമിച്ചിരിക്കുകയാണ് യഹോവയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധവുമായിട്ട് ഉപമിച്ചിട്ടുണ്ട്. അതാണ് പ്രധാനമായിട്ട് ഉപമിച്ചിരിക്കുന്നത്. അതുപോലെ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധവും, അതുപോലെ വൈദ്യനും രോഗിയും തമ്മിലുള്ള ബന്ധവുമായിട്ടും ഉപമിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഈ 6-ാമതായിട്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ധാരാളം ഉപമകള് ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ധാരാളം ഉപമകൾ ഇസ്രായേലിനുള്ള ബന്ധത്തിലും യഹോവയുള്ള ബന്ധത്തിലും അങ്ങനെ ധാരാളം ഉപമകൾ പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമായിട്ട് നമുക്ക് ഈ പ്രവചനം കാണാം. അതൊക്കെ നമുക്ക് ചിലതൊക്കെ നമുക്ക് നോക്കാം. 4-ാം അധ്യായം 16-ാം വാക്യം വായിക്കാം. 4:16 ആരെങ്കിലും വായിച്ചാൽ നല്ലതായിരിക്കും. 4:16 ഇസ്രായേൽ ദുഷാഢ്യമുള്ള പശുക്കിടാവിനെ പോലെ ദുഷാഢ്യം കാണിച്ച യഹോവ അവരെ ഒരു വിശാല സ്ഥലത്തെ കുഞ്ഞാടിനെ പോലെ മേയ്ക്കും. ഇവിടെ ഇസ്രായേലിനെ ഉപമിച്ചിരിക്കുന്നത് ദുഷാഢ്യമുള്ള പശുക്കിടാവായിട്ടാണ്, ദുഷാഢ്യമുള്ള പശുക്കിടാവ്. അതുപോലെ 5:14 യഹോവയെ ഉപമിച്ചിരിക്കുന്നത് 5:14, ഞാൻ എഫ്രൈമിന് ഒരു സിംഹം പോലെയും യഹൂദാ ഗൃഹത്തിന് ഒരു ബാലസിംഹം പോലെയും ഇരിക്കും, ഞാൻ തന്നെ കടിച്ചു കീറി പൊയ്ക്കളയും, ഞാൻ പിടിച്ചു കൊണ്ടുപോകും. അപ്പോൾ ഒരു ബാലസിംഹമായിട്ട് അവിടെ ദൈവത്തെ അല്ലെങ്കിൽ യഹോവയെ ഉപമിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ 6-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം, 6-ാം അധ്യായം 4-ാം വാക്യം, അവിടെ
നീങ്ങിപ്പോകുന്ന മഞ്ഞ് നമുക്ക് കാണാം. നീങ്ങിപ്പോകുന്ന മഞ്ഞ്. എഫ്രൈമേ, ഞാൻ നിനക്ക് എന്ത് ചെയ്യട്ടെ? യഹൂദേ, ഞാൻ നിനക്ക് എന്ത് ചെയ്യട്ടെ? നിങ്ങളുടെ വാത്സല്യം പ്രഭാതമേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞ് പോലെയും ഇരിക്കുന്നു. അപ്പോൾ പ്രഭാതമേഘം, അതുപോലെ നീങ്ങിപ്പോകുന്ന മഞ്ഞ്, ഇങ്ങനെ പല ഉപമകൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം. ദുശാഠ്യമുള്ള പശുക്കിടാവ്, ബാലസിംഹം, സിംഹം, നീങ്ങിപ്പോകുന്ന മഞ്ഞ്. അതുപോലെ ഏഴാം അധ്യായത്തില് 3 ഉപമകൾ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ 8-ാം വാക്യം, 7:8 എഫ്രൈം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു, എഫ്രൈം മറിച്ചിടാത്ത ദോശയാകും. അപ്പോൾ എഫ്രൈം, അതായത് ഇസ്രായേല് മറിച്ചിടാത്ത ദോശയായിട്ട് ഉപമിച്ചിട്ടുണ്ട്. അതുപോലെ 7-ാം അധ്യായം 11-ാം വാക്യത്തിലെ പൊട്ടപ്രാവ്, 7:11 എഫ്രൈം ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് പോലെ ആകുന്നു, അവർ മിസ്രൈമിനെ വിളിക്കുകയും അശൂരിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ പൊട്ടപ്രാവായിട്ട് ഇസ്രായേലിനെ ഉപമിച്ചിരിക്കുന്നു. അതുപോലെ വഞ്ചനയുള്ള വില്ല്, 7:16 വഞ്ചനയുള്ള വില്ല്, അവർ തിരിയുന്നു മേലോട്ടല്ലാനും അവർ വഞ്ചനയുള്ള വില്ല് പോലെ ആകുന്നു, അവരുടെ പ്രഭുക്കന്മാർ നാവിന്റെ ക്രോധ നിമിത്തം വാളുകൊണ്ട് വീഴും, അത് മിസ്രൈം ദേശത്ത് അവർക്ക് പരിഹാസ ഹേതുവായി തീരും. അപ്പോൾ വഞ്ചനയുള്ള വില്ല്. അവർ 8-ാം അധ്യായം 8-ാം വാക്യത്തില് പൊട്ടക്കലം, 8-ാം അധ്യായം 8-ാം വാക്യം, ഇസ്രായേലിനെ വിഴുങ്ങിപ്പോയി, അവർ ഇപ്പോൾ ജാതികളുടെ ഇടയിൽ ഇഷ്ടമില്ലാത്ത ഒരു പാത്രം പോലെ ഇരിക്കുന്നു. ഇഷ്ടമില്ലാത്ത പാത്രം, അതായത് പൊട്ടക്കലം പോലെ ഇരിക്കുന്നു. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് 9-ാം അധ്യായം 8-ാം വാക്യത്തിൽ വേട്ടക്കാരന്റെ കെണി, ഇതെല്ലാം ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഉപമകളാണ്. 9-ാം അധ്യായം 8-ാം വാക്യം, എഫ്രൈം എന്റെ ദൈവത്തിന്റെ നേരെ പതിയിരിക്കുന്നു, പ്രവാചകനും അവന്റെ എല്ലാ വഴികളിലും വേട്ടക്കാരന്റെ കണിയും അവന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വകയും നേരിടും. ഇപ്പോൾ വേട്ടക്കാരന്റെ കണി. അതുപോലെ 13:7 വള്ളിപ്പുലി, 13:7 ആകയാൽ ഞാൻ അവർക്ക് ഒരു സിംഹത്തെ പോലെ ഇരിക്കും, വഴിയരികെ വള്ളിപ്പുലിയെ പോലെ ഞാൻ അവർക്കായി പതിയിരിക്കുന്നു. ഇവിടെ യഹോവയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വഴിയരികെ വള്ളിപ്പുലിയെ പോലെ അവർക്കായിട്ട് പതിയിരിക്കും. അതുപോലെ 8-ാം വാക്യത്തിൽ 13:8 കുട്ടികൾ പൊയ്പോയ കരടി, 8-ാം അധ്യായം 13:8 കുട്ടികൾ പൊയ്പോയ കരടിയെ പോലെ ഞാൻ അവരെ എതിരേറ്റ് അവരുടെ ഹൃദയത്തിന്റെ നെയ്വല കീറിക്കളയും, അവിടെ വെച്ച് ഞാൻ അവരൊരു സിംഹം പോലെ തിന്നുകളയും, കാട്ടുമൃഗം അവരെ കടിച്ചു കീറും. അപ്പോൾ കുട്ടികൾ പൊയ്പോയ കരടിയെ പോലെ യഹോവയെ ഉപമിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ ഉപമകളൊക്കെ ഇസ്രായേലിനെ കുറിച്ചും അതുപോലെ ദൈവത്തെ കുറിച്ചും ഉള്ള ഉപമകളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരോടുള്ള ബന്ധത്തില്, അവർക്ക് വരാനുള്ള ശിക്ഷാവിധിയും ന്യായവിധിയോടുള്ള ബന്ധത്തില് ഏത് നിലയിലായിരിക്കും, അതിനെക്കുറിച്ച് പല ഉപമകള്, അനേക ഉപമകള് ഈ പുസ്തകത്തിൽ ഹോശേയ പ്രവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഹോശേയ പ്രവചനത്തിൽ ക്രിസ്തുവിനെ നാം കാണുന്നത്, ക്രൈസ്റ്റ് ഇൻ ഹോശേയ, ക്രിസ്തുവിനെ ഈ ഹോശേയ പ്രവചനത്തിൽ നാം കാണുമ്പോൾ നമ്മൾ ആദ്യം മുതലേ നാം ചിന്തിക്കുന്നുണ്ട്, ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിലും യേശു ക്രിസ്തുവിനെ നമുക്ക് കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബൈബിളിന്റെ സെൻട്രൽ വിഷയം, മുഖ്യമായിട്ടുള്ള കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് ഏത് പുസ്തകത്തിൽ നോക്കിയാലും നമുക്ക് കർത്താവിനെ കാണാനായിട്ട് സാധിക്കും. ഹോശേയ പ്രവചനത്തിലും നമുക്ക് കർത്താവിനെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ ഹോശേയ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ രക്ഷ എന്നാണ്, അല്ലെങ്കിൽ വിടുതൽ എന്നാണ് ഹോശേയ എന്നുള്ള വാക്കിന്റെ അർത്ഥം. യേശു എന്നുള്ള വാക്കിന്റെ അർത്ഥവും രക്ഷ തന്നെയാണ്. അപ്പോൾ രക്ഷ ലഭിക്കാനായിട്ട്, രക്ഷയ്ക്കായിട്ട് യഹോവയുടെ അടുക്കൽ മടങ്ങി വരുവാനായിട്ട് ഹോശേയ ആഹ്വാനം ചെയ്യുന്നു. അതുപോലെ യേശുക്രിസ്തു സകല മനുഷ്യരുടെയും രക്ഷകരാണ്, യേശുക്രിസ്തുവിലൂടെയാണ് രക്ഷ ലഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. പിന്നീട് രണ്ടാമതായിട്ട് യേശുക്രിസ്തു നമ്മൾ കാണുന്നത് അവരുടെ ദൈവത്തെ നമുക്ക് ഭർത്താവായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധമാണ് ഇസ്രയേലും അതുപോലെ ദൈവവും തമ്മിൽ നമുക്കിവിടെ കാണുന്നത്. ഹോശേയ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം, ഹോശേയ പ്രവചനം 2-ാം അധ്യായം 16-ാം വാക്യം, അവിടെ അന്നാളിൽ നീ എന്നെ ബാലി
ഉടയവനെ എന്നല്ല ഈശി ഭർത്താവ് എന്ന് വിളിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ യഹോവയെ ഭർത്താവായിട്ടാണ് ഇവിടെ ഈ പ്രവചനത്തിൽ നാം കാണുന്നത്. ദൈവത്തെ ഭർത്താവ് എന്നുള്ള നിലയിലാണ്. നമുക്കറിയാം സഭയുടെ കാന്തൻ കർത്താവായിട്ടുള്ള യേശു ക്രിസ്തുവാണ്. എഫേസ്യർ 5-ാം അധ്യായത്തിലും മറ്റനേക വേദഭാഗങ്ങളിലും നാം കാണുന്നുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധവുമായിട്ട് ഊമിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സഭയുടെ കാന്തൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ നിലയിലും കർത്താവിനെ നമുക്ക് ഈ പ്രവചനത്തില് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഹോശേയ പ്രവചനം 11-ാം അധ്യായം 1-ാം വാക്യത്തില് അത് കർത്താവിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അത് നിറവേറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹോശേയ 11:1 ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. കർത്താവിനുള്ള ബന്ധത്തില് മത്തായി 2:15. മത്തായി 2-ാം അധ്യായം 15-ാം വാക്യം. ഹേരോദാവിന്റെ മരണത്തോളം അവനോട് പാർത്തു, മിസ്രയീമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവർത്തിയാകുവാൻ സംഗതി വന്നു. അപ്പോൾ യോസെഫും മറിയയും കർത്താവിനെ യേശുവിനെയും കൊണ്ട് മിസ്രയീമിലേക്ക് പോയി. അപ്പോൾ അവിടെ ഈ പ്രവചനം ഇവിടെ നിവൃത്തിയായതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഹോശേയ പ്രവചനം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്രായേൽ ജനം തെറ്റ് ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു. അപ്പോൾ അവര് ന്യായവിധിയിലേക്ക് പോകും, പ്രവാസത്തിലേക്ക് അവര് പോകേണ്ടി വരും. അത് ആസന്ന ഭാവിയിൽ തന്നെ അവർക്ക് സംഭവിക്കും. എന്നാല് സ്നേഹവാനായിട്ടുള്ള ദൈവം അവരെ സ്നേഹിക്കുന്നു, അവര് മടങ്ങി വരാനായിട്ട് ആഗ്രഹിക്കുന്നു, അവരെ യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരെ അപ്പോഴും സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളുടെ ബന്ധത്തിലും ദൈവം സ്നേഹവാനാണ്. നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നാം മടങ്ങി വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മുടിയൻപുത്രൻ തന്റെ പിതാവിനെ വിട്ടു പോയപ്പോൾ മടങ്ങി വരുന്നത് നോക്കിക്കൊണ്ടിരുന്ന ഒരു പിതാവിനെയാണ് നാം കാണുന്നത്. അതുപോലെ നമ്മുടെ മടങ്ങി വരവിനായിട്ട്, ദൈവത്തിലേക്കുള്ള മടങ്ങി വരവിനായിട്ട് നാം ആഗ്രഹിക്കുന്ന ഒരു പിതാവിനെ, സ്നേഹവാനായിട്ടുള്ള ഒരു പിതാവിനെ നമുക്ക് കാണാം. ദൈവം സ്നേഹവാനാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാണ്.